സിഹിയോന്റെ കോട്ടയിൽ നിന്ന് വലിയൊരു കുരിശൻ തന്നെ തോളിൽ വഹിച്ചുകൊണ്ട് ഗോകുൽത്ത മലമുകളിലേക്കുള്ള തന്റെ പുറപ്പാടിനായി യാത്ര പുറപ്പെട്ടു. അതുകൊണ്ട് ഏറിയ സങ്കടത്തോടും നിലവിളിയോടും കൂടെ അനേകം എബ്രായ സ്ത്രീകളും പിഞ്ചെന്നിരുന്നു. അവരിൽ നിന്നെല്ലാം അല്പമകലെയായി തന്റെ അമ്മ ഏറിയ സങ്കടത്തോടും നിലവിളിയോടും കൂടെ ഒരു മാടപ്രാവ് കുറുകുന്നത് പോലെ ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് ഇപ്രകാരം നിലവിളിച്ചു പറഞ്ഞു: എന്റെ മകനെ, എന്റെ വാത്സല്യമോനെ, ഇവർ നിന്നെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു? ഈ അപരാധികളുടെ കയ്യിൽ നീ നിന്നെ തന്നെ എന്തിന് ഏൽപ്പിച്ചു കൊടുത്തു? ഇന്നിവർ നിന്നോട് എന്ത് ചെയ്യും? അയ്യോ മകനെ, അമ്മ ഇതെങ്ങനെ കാണും? എങ്ങനെ സഹിക്കും? അയ്യോ മകനെ, എന്തൊരു കഷ്ടം എനിക്കിന്ന്, എന്തൊരു ദുരിതം എനിക്കിന്ന്. ഞങ്ങൾക്ക് വേണ്ടിയുണ്ടായ കഷ്ടാനുഭവം ഞങ്ങളെ പ്രതിയുള്ള എന്റെ താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഏറിയ സങ്കടമോടെ എന്റെ മകനെ, എന്റെ വാത്സല്യവാനെ, ഇവർ നിന്നെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു? അല്ലയോ ഭാഗ്യവതിയായവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിന്റെ തിരുശരീരത്തെ തന്നാലും ഞങ്ങൾ അതിന് വിധിപ്രകാരം സംസ്കാരം ചെയ്യട്ടെ. പീലാത്തോസിന്റെ അനുവാദ പ്രകാരം നമ്മുടെ കർത്താവിനെ കുരിശിൽ നിന്ന് ഇറക്കി അൽവായും മൂറും പൂശി കേൾക്കാനാപ്പെട്ട പുതിയ കല്ലറയിൽ അതിനെ സംസ്കരിക്കുകയും ചെയ്തു. സകല ജീവജാലങ്ങളുടെയും പ്രാണൻ തന്റെ നിഗൂഢമായിരിക്കെ മരിച്ചവനെ പോലെ കിടക്കുന്ന നമ്മുടെ കർത്താവിന്റെ തിരുശരീരം കണ്ടിട്ട് സ്വർഗത്തിലെ